ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. സോ നിങ്ങൾ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് സെറ്റ് ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? ലാസ്റ്റ് ടൈം റിവിഷൻ ജസ്റ്റ് നമ്മളുടെ ഇക്വേഷൻസ് ആൻഡ് ഡെഫിനിഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകുന്നു അല്ലേ? ഓൾ സെറ്റ്? എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? എല്ലാവരുടെ പ്രോബ്ലം സോൾവിങ്ങും എല്ലാം കഴിഞ്ഞതാണോ? ലാസ്റ്റ് 2-3 days ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഇക്വേഷൻസ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല ഡെഫിനിഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നമ്മൾ ഇന്ന് അത് ക്ലിയർ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. പിന്നെ റെഡിയാണ്? ഓക്കെ. ഹായ് മിസ് ജെയിൻ ലെനിൻ. ഹായ്. എത്ര മണിക്കാണ് നിങ്ങൾക്ക് എക്സാം? 2:30 ആണോ? ഓ, ഞാൻ DX കിച്ചു, ഞാനൊന്നും മറന്നിട്ടില്ല. ഓക്കെ, ഗുഡ്. 1:30. ഓക്കെ. ഗുഡ് മോർണിംഗ് സന്മയ, ഗുഡ് മോർണിംഗ്. ഓക്കെ. So let's start. First chapter, forces in fluid, ദ്രവബലങ്ങൾ. ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയായിരുന്നു? നമ്മുടെ പ്ലവക്ഷമ ബലം, ബൊയാൻസി ഫോഴ്സ്. അതായത് ഒരു പ്രോബ്ലം ചെയ്യാനുണ്ടാകും, എന്തായിരുന്നു? നമ്മളുടെ എയറിലുള്ള വാല്യൂ തരും, ഒരു ഒബ്ജക്റ്റിന് എയറിലുള്ള വാല്യൂ തരും, വിച്ച് മീൻസ് അതിൻ്റെ വെയിറ്റ് തരും. ആൻഡ് വാട്ടറിലിട്ടതിന് ശേഷമുള്ള, അതായത് വെള്ളത്തിലിട്ടതിന് ശേഷമുള്ള വാല്യൂം തരും. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് എ ബൊയാൻസി. എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? പ്ലവക്ഷമ ബലം എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? എങ്ങനെയാണ് പ്ലവക്ഷമ ബലം കണ്ടുപിടിച്ചിരുന്നത്? ബൊയാൻസി ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? ക്ലാസ് പവർ ആക്ക്. നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരുന്നാലേ ക്ലാസ് പവർ ആവുള്ളൂ. ഓക്കെ, എങ്ങനെയാ ബൊയാൻസി ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പറ. വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും തന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ബോയൻ ഫോഴ്സ് കണ്ടുപിടിച്ചത്? രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്നത് നമ്മുടെ ബോയൻ ഫോഴ്സ് ആയിരിക്കില്ലേ? രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്നത് നമ്മുടെ ബോയൻ ഫോഴ്സ് ആയിരിക്കില്ലേ? അപ്പം നിങ്ങൾക്ക് എയറിലുള്ള വാല്യൂ തരും, അതിൻ്റെ വെയിറ്റ് തരും. ആൻഡ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമുള്ള വാല്യൂ തരും. ബോയൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എയറിലുള്ള വാല്യൂയിൽ നിന്ന് വാട്ടറിലുള്ള വാല്യൂ മൈനസ് ചെയ്താൽ മതി. സോ എന്തായിരുന്നു പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്? ഒരു ബോഡി പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി വാട്ടറിൽ ഇമ്മൻസ് ചെയ്തിട്ട് കഴിയുമ്പം അതിന് അനുഭവപ്പെടുന്ന ബലം, അപ്വേർഡ് അതിനൊരു ഫോഴ്സ് ഉണ്ടാകും അല്ലേ? വാട്ടർ ആ ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് കൊടുക്കും. അതിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? ബോയൻ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സിനാരിയോ തരും, എന്നിട്ട് അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ഏതാണെന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ഇന്നലെ ചെയ്തൊരു ക്വസ്റ്റ്യൻ, ബീക്കറിൽ ഒരു കല്ലിട്ടിട്ട് ആരോ കാണിച്ചു, ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും കാണിച്ചു. ഓക്കെ, വെയിറ്റ്. ഒരു ഒബ്ജക്റ്റ് ഇതിൻ്റെ ഡൗൺവേർഡ് ഫോഴ്സ് തരും ആൻഡ് അപ്വേർഡ് ഫോഴ്സ് വരും. ഈ ഫോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. ഓക്കെ, ഈ ഫോഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അത് മറന്നു പോകരുത്. താഴേക്കുള്ളത് വെയിറ്റ് ആയിരിക്കും, നമ്മളുടെ ബോയൻ ഫോഴ്സ് ആയിരിക്കും. ആൻഡ് മുകളിലേക്കുള്ളത് ഏതായിരിക്കും? ഹലോ, നിങ്ങൾ ഹായ് പറയുന്നത് നിർത്തിയിട്ട് ആൻസർ പറ. യാഷ് TK, ജിംഷി, ജെയിൻ ലെനിൻ, നിനക്ക് ഇന്ന് എക്സാം അല്ലേ? നീ ആരാ നിന്നോട് മിണ്ടുന്നേ ഇല്ല എന്ന് ആലോചിച്ചിരിക്കുവാണോ? പിന്നെ ബോയൻ ഫോഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബോയൻ ഫോഴ്സ് ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യോ ഇല്ലയോ? സാന്ദ്രതേനെ ബോയൻ ഫോഴ്സ് പ്ലവക്ഷമ ബലം ഡിപ്പെൻഡ് ചെയ്യോ? ഡെൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡെൻസിറ്റി അതിൻ്റെ വ്യാപ്തത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാത്സ് ആണെന്നോ? നിനക്ക് മാത്സ് ആണോ ഇന്ന് എക്സാം? മാത്സ് ആണോ ഇന്ന് എക്സാം? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും കൂടും? ബോയൻ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ബൊയാൻസി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആൽക്കമിഡീസ് പ്രിൻസിപ്പിൾ? ആൽക്കമിഡീസ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു?
എന്തായിരുന്നു ആൽക്കമിഡിക്സ് പ്രിൻസിപ്പിൾ? സി, നിങ്ങൾ വെറുതെ ചാറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? ഓക്കെ, ആൽക്കമിഡിക്സ് പ്രിൻസിപ്പിൾ. സോ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം വസ്തുവിന്റെ ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു അതിലൊരു ഒബ്ജക്റ്റ് അതിൽ ഇമ്മേൻ ചെയ്തിരിക്കുമ്പോൾ എന്തായാലും അതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ പുറത്തു പോയ ക്വാണ്ടിറ്റിയും ആൻഡ് അതിൽ അനുഭവപ്പെട്ട ബൊയാൻസി ഫോഴ്സും വാട്ടർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ ബീക്കർ ഓർ ഫ്രം ദ ഒബ്ജക്റ്റ് ആൻഡ് ആ പോയ വെള്ളവും അതിന്റെ ബോയൻ ഫോഴ്സും എന്തായിരിക്കും? ബോത്ത് ആർ ഈക്വൽ. അതാണ് ആൽക്കമിഡിക്സ് പ്രിൻസിപ്പിൾ മീൻ ചെയ്യുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഫ്ലോട്ടേഷൻ? ഫ്ലോട്ടേഷൻ എന്തായിരുന്നു? രണ്ട് ബലവും ഈക്വൽ ആകുമ്പോൾ, ബോയൻ ഫോഴ്സും വെയിറ്റും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക, ഫ്ലോട്ടിംഗ് പൊസിഷനിൽ നിൽക്കുക. ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തുവിൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും എന്തായിരിക്കും? തുല്യമായിരിക്കും. വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്ത ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. സോ രണ്ടും ഈക്വൽ ആയാൽ മാത്രമേ, രണ്ട് ഫോഴ്സും ഈക്വൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുള്ളൂ. ഏത് ഫോഴ്സ് ആണോ കൂടുതൽ അതിനനുസരിച്ച്, വെയിറ്റ് ആണ് കൂടുതലെങ്കിൽ അത് താഴേക്ക് പോകും, ആൻഡ് ബോയൻ ഫോഴ്സ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങിക്കിടക്കും. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി എന്തായിരുന്നു? ഏത് ഒബ്ജക്റ്റിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഏതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കാണേണ്ടത്, ആപേക്ഷിക സാന്ദ്രത കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക? ജലത്തിന്റെ സാന്ദ്രത, ജലത്തിന്റെ ഡെൻസിറ്റിയുമായിട്ടാണ്, വാട്ടറിന്റെ ഡെൻസിറ്റിയുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യും. ഓക്കെ. സോ റിലേറ്റീവ് ഡെൻസിറ്റി വിച്ച് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയായിരുന്നു? 1000 kg/m³. ഓക്കെ. Then the next, hydrometer. Relative density measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ത്? ഹൈഡ്രോമീറ്റർ. റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഹൈഡ്രോമീറ്റർ. അതേപോലെ പാലിന്റെ ശുദ്ധത അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? പാലിന്റെ ശുദ്ധത അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? ലാക്ടോമീറ്റർ. ദെൻ പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്താണ്? പാസ്കൽസ് ലോ ആക്ച്വലി ഡയറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. ഇതേപോലെ പാസ്കൽസ് ലോ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഏതാണ് ഡിവൈസ് തരും. ആ ഡിവൈസ് വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ എന്തായിരുന്നു പാസ്കൽസ് ലോ പറഞ്ഞത്? ഒരു ക്ലോസ്ഡ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു വാട്ടർ, ഓക്കെ, അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ വിച്ച് ഇസ് ഈക്വൽ ടു വിച്ച് ഇസ് എന്ത് ചെയ്യും? ടോട്ടലി ആ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഏതെങ്കിലും ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുന്ന മർദ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതെന്തായിരിക്കും? ടോട്ടൽ എല്ലാത്തിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുന്നത് ഹൈഡ്രോളിക് ജാക്ക്, അതെ എക്സാമ്പിൾ ആണ്. Then ഈ ചാപ്റ്ററിൽ എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ? യെസ്, ദിസ് ഇക്വേഷൻ, this one, force by area which is equal to other force by area. അപ്പം ഏതെങ്കിലും ഒരു ഫോഴ്സ് ആയിരിക്കും കാണാൻ പറയുക. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ അറിയില്ലേ? ഇപ്പൊ F2 ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ, F2 ആണ് കാണാൻ പറഞ്ഞത് എന്ത് ചെയ്യണമെങ്കിൽ F1 by A1 into A2. ഇതേപോലെ 3 ക്വാണ്ടിറ്റീസ് വരും. വേറെ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയാം കേട്ടോ. ഓക്കെ. ദെൻ capillarity rise, capillary depression. എന്താണ് capillary rise, എന്താണ് capillary depression? ആൻഡ് capillary riseൽ ഏതായിരിക്കും നമ്മൾ അധികം കണ്ടുവരുന്നത്? വാട്ടർ അല്ലേ? capillary riseൽ വാട്ടർ ആൻഡ് capillary depressionൽ എന്താണ്? മെർക്കുറി. ഓക്കെ. ഈ പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ലേ? ഈ പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയോ ഇല്ലയോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ, അറിയാം. കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറയും. 2 ഇമേജും തരും. ഇമേജ് തന്നിട്ട് ഇതിൽ ഏതിനാണ് കാപ്പിലാരി റൈസും അല്ലെങ്കിൽ കേശിക ഉയർച്ച, ഏതിലാണ് കാപ്പിലാരി ഡിപ്രഷൻ കേശിക താഴ്ച കാണിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ. സോ നെക്സ്റ്റ്, കൊഹസീവ് ബലം,
അഡീഷൻ ബലം, അഡ്ഹസീവ് ഫോഴ്സും കൊഹസീവ് ഫോഴ്സും. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ബലത്തിനെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ എന്ത് പറയുക, കൊഹസീവ് ഫോഴ്സ്. ആൻഡ് ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ എന്ത് പറയുക, അഡ്ഹസീവ് ഫോഴ്സ്. അപ്പോൾ കാപ്പിലാരി റൈസിൽ ഏത് ഫോഴ്സ് ആണ് കൂടുതൽ, കൊഹസീവ് ഫോഴ്സ് ആണോ അഡ്ഹസീവ് ഫോഴ്സ് ആണോ? കാപ്പിലാരി റൈസിൽ കൊഹസീവ് ഫോഴ്സ് ആണോ അഡ്ഹസീവ് ഫോഴ്സ് ആണോ കൂടുതൽ? വിച്ച് ഈസ് ഹയർ? വിച്ച് ഈസ് ഹയർ? ഇവിടെ നമുക്കറിയാം വാട്ടർ മോളിക്യൂൾസിന് കൂടുതൽ അട്രാക്ഷൻ എങ്ങോട്ടാ, ഗ്യാസ് മോളിക്യൂൾസും ഗ്ലാസിന്റെ മോളിക്യൂൾസും ആയിട്ടാണ്. സോ ഇവിടെ ഏത് ഫോഴ്സ് ആണ് കൂടുതൽ? അഡ്ഹസീവ് ഫോഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ കൊഹസീവ് ഫോഴ്സ്. ഹിയർ adhesive force greater than cohesive force. And here ഇവിടെ എന്താണ്, ഇവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൂടുതൽ, അതായത് സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൂടുതൽ. സോ cohesive force is greater than adhesive force. Okay, yes. Then viscous force and viscous liquid and mobile liquid. Viscous liquid എന്ന് പറയുന്നത് എന്താണ്, വിസ്കോസിറ്റി കൂടുതലുള്ള ലിക്വിഡ്സിനെയാണ് നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയാം. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഹണി പറയാം, ആൻഡ് ഗ്ലിസറിൻ, കാസ്റ്റർ ഓയിൽ, ഇതൊക്കെ നമുക്ക് എന്തിനു പറയാം, വിസ്കസ് ലിക്വിഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ആൻഡ് വാട്ട് അബൌട്ട് മൊബൈൽ ലിക്വിഡ്സ്? മൊബൈൽ ലിക്വിഡ്സ് എന്തായിരുന്നു? മൊബൈൽ ദ്രാവകങ്ങൾ. അതായത് വിസ്കോസിറ്റി, ഒരു ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറവാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയാം. ഏതൊക്കെ എക്സാമ്പിൾ? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. യെസ്, വാട്ടർ, പിന്നെ നിങ്ങൾ കുറച്ച് ഓപ്ഷൻസ് വരും, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ആൽക്കഹോൾ, ഓക്കെ, കെറോസിൻ, ഓക്കെ, ഗുഡ്. ഓക്കെ, താപനില കുറയുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണോ? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കൂടുകയോ കുറയോ? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കൂടുകയോ കുറയോ? ഈ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യോ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വിസ്കോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പറ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണോ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി എന്താകും? വിസ്കോസിറ്റി ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. നമ്മളുടെ ഷോക്ക് ഏറ്റ് കഴിയുമ്പോൾ നടക്കുന്ന കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന്. അതായത് ഒരാൾ ഷോക്ക് ഏറ്റ് കഴിയുമ്പോൾ എന്താവും, ബോഡി വേഗം തണുക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതായത് ടെമ്പറേച്ചർ ലോ ആവും. ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും, ബ്ലഡ് ഫ്ലോ കുറയും. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുന്നത്, ശരീരം തിരുമ്മി ചൂടാക്കാൻ പറയുന്നത്. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കുറയും, ബ്ലഡ് നോർമലി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഓക്കെ, ഗുഡ്. So that's all about the first chapter. Then the second one, ചലന സമവാക്യങ്ങൾ, equations of motion. ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ടത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. കാരണം ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താണ്? ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി, പ്രവേഗ മാറ്റം ബൈ സമയമാണ് അല്ലേ. സോ വി മൈനസ് യു ബൈ ടി ആണ്. വി മൈനസ് യു ബൈ ടി. വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി, ആൻഡ് യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടിയത്? എ ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു വി മൈനസ് യു. ദെൻ എ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി പ്ലസ് യു. ഓക്കെ, യു പ്ലസ് എ ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. 3 ഇക്വേഷൻ ഓഫ് മോഷൻസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, കാരണം പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ വരും. സോ ഹിയർ ദിസ് വൺ. അപ്പൊ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലെറിഞ്ഞു, അതിന്റെ അന്ത്യപ്രവേഗം, ഫൈനൽ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? യു പ്ലസ് എ ടി യൂസ് ചെയ്താൽ മതി. ഓക്കെ, then the second one, നമ്മൾ ഗ്രാഫ് അനലൈസ് ചെയ്യാം. നമുക്കറിയാം ഗ്രാഫിൽ എന്തൊക്കെ ഉണ്ടാകും? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഒറിജിൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. ദെൻ സമവേഗ ചലനമാണോ, യൂണിഫോം മോഷൻ ആണോ, നോൺ യൂണിഫോം മോഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു നോൺ യൂണിഫോം മോഷൻ ആണോ, യൂണിഫോം മോഷൻ ആണോ? ഇവിടെ ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് യൂണിഫോം ആണോ, നോൺ യൂണിഫോം ആണോ?
വേഗം പറ, തന്നിരിക്കുന്നത് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ? സി ടൈമിനനുസരിച്ച് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കുക. ഈക്വൽ ടൈമിനനുസരിച്ച് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് യൂണിഫോം മോഷൻ ആണ്. സോ ഇങ്ങനെ വരുന്നത് എന്തായിരിക്കും? യൂണിഫോം മോഷൻ. ഓക്കെ, യെസ്, യൂണിഫോം. ദെൻ നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം പോലെ ഇതേപോലെ ഗ്രാഫ് തരും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൊസിഷനും വെലോസിറ്റിയും ഐഡന്റിഫൈ ചെയ്ത് എഴുതേണ്ടി വരും. എത്ര സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇവിടെ 2 സെക്കൻഡിൽ 10, 4 സെക്കൻഡിൽ 20, in like that way. Okay. Then ഒരു ഗ്രാഫ് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെന്റ് ടൈം വെലോസിറ്റി ടൈം ഗ്രാഫ് ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചാൽ ആ കിട്ടുന്നത് എന്തായിരിക്കും? Velocity is equal to displacement by time. So V is equal to S by T. ഇതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഇൻറ്റു ടൈം. Remember this equation. Okay. After that നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്തായിരുന്നു? സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, second equation of motion, S is equal to ut plus half at square. Displacement എന്ന് പറയുന്നത് initial velocity into time plus half a എന്ന് പറയുന്നത് acceleration into time square. ഇതിൽ നിന്ന് ചിലപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തരും. നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? സെയിം ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിലും ബാക്കി ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. And the third one എന്താണ്? Third one, V square is equal to U square plus 2AS. S എന്താണ്? S is the displacement. ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും എന്നാ ചോദിക്കുക. ഇവിടെ എന്താണ്? ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ആൻഡ് ഇവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ ദിസ് ഈസ് ദ യൂണിഫോം ആൻഡ് ഇതെന്താണ്? ഇവിടെ ആക്സിലറേഷനും ഡീസിലറേഷനും, അതായത് ത്വരണവും മന്ദീകരണവും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ചലനവും ചലന നിയമങ്ങളും. ഇവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്തായിരുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ഫോഴ്സ് ആണെങ്കിൽ അതെന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്, സന്തുലിത ബലമാണ്. അവിടെ എന്തുണ്ടാവില്ല? മോഷൻ ഉണ്ടാവില്ല. ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്, ഏത് ഡയറക്ഷനിലാണോ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുന്നത് അതിന് നമുക്ക് എന്ത് പറയാം? അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മോഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റാനും മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. ഓക്കെ, then the first law, Newton's first law എന്തായിരുന്നു? until and unless an external force applied on it, ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു യൂണിഫോം സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അതിന്റെ ഇത് മാറ്റാൻ പറ്റുമോ? അതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റുമോ? നോ. ഓക്കെ, ഇതിന്റെ ചാറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ചാറ്റ് ഞാൻ ഓഫ് ചെയ്തിടും. ഓക്കെ, so don't think all power you have. Then mass and inertia. എന്താ മാസും ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻ?
മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇനേർഷ്യം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഭാരം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, അതിന്റെ ജഡത്വവും കൂടും. ഓക്കെ, അപ്പൊ ഏത് ഒരു മാസ് കൂടിയ വസ്തു മാസ് കുറഞ്ഞ വസ്തു തന്നിട്ട് ഏതിനാണ് ജഡത്വം കൂടിയാന്ന് വെച്ചാൽ ഏതാ, മാസ് ഏതിനാണോ കൂടുതൽ അതുകൊണ്ടാണ് അതിന് ജഡത്വം കൂടുതൽ. പിന്നെ റെസ്റ്റ് ഇനേർഷ്യ ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അതിന് എന്തിനു പറ്റില്ല, ഒറ്റയടിക്ക് അതിനുള്ള ഒരു കഴിവില്ലായ്മ, ഇനബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ അതിന് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും, അതാണ് എന്ത്, റെസ്റ്റ് ഇനേർഷ്യ. ആൻഡ് യൂണിഫോം മോഷനിലോ അല്ലെങ്കിൽ മോഷൻ സ്റ്റേറ്റിലോ ആണെങ്കിൽ അതിന് റെസ്റ്റിലേക്ക് വരാനൊരു ടെൻഡൻസി, ഇനബിലിറ്റി ഉണ്ടാവും, അതാണ് എന്ത്, മോഷൻ ഓഫ് ഇനേർഷ്യ, ഇനേർഷ്യ ഓഫ് മോഷൻ. ദെൻ മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു മോഷൻ സ്റ്റേറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, മൊമെന്റം ഉണ്ടാവുള്ളൂ. ഇക്വേഷൻ ഇസ് മാസ് ഇൻറ്റു വെലോസിറ്റി. P is equal to mass into velocity. Unit ഓർത്ത് വെക്കുക, മാസിന്റെ യൂണിറ്റ് is kilogram and velocityയുടെ യൂണിറ്റ് meter per second. So kilogram meter per second. And second law of motion. Second law of motion എന്തായിരുന്നു, ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന് നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതാണ് ഇക്വേഷൻ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഓൾസോ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു mass into v minus u by t. Okay, which is force is equal to mass into acceleration. Then impulse. Impulse എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയൊരു ടൈമിൽ ഒരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, ഇമ്പൾസ് എന്ന് പറയാം. ഇമ്പൾസിന്റെ ഇക്വേഷൻ I is equal to impulse is equal to force into time. ഇതിൻ്റെയൊക്കെ യൂണിറ്റ്സ് ഓർത്ത് വെക്കുക, ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ആൻഡ് ഇമ്പൾസും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ, ചേഞ്ച് ഇൻ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ ടു ഇമ്പൾസ്, ചേഞ്ച് ഇൻ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ ടു ഇമ്പൾസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, mv മൈനസ് mu വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടി. v മൈനസ് u ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇമ്പൾസ്. ദെൻ തേർഡ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏതൊരു പ്രവർത്തനത്തിനും അതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഓക്കെ, ദെൻ കുറച്ച് സിനാരിയോസ് തരും, അതിൻ്റെ ആക്ഷനും റിയാക്ഷനും ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ, ന്യൂട്ടൺസ് തേർഡ് ലോ ഉപയോഗിച്ചിട്ട്. ക്ലിയർ? ദെൻ ആക്ക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് ഒരു പുറത്തുനിന്ന് വേറൊരു ഫോഴ്സ് ഇല്ല എങ്കിൽ അതിന്റെ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ വാട്ട് ഹാപ്പൻ, ദ മൊമെന്റം വിച്ച് ഇസ് ഈക്വൽ. മൊമെന്റം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. സോ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, മൊമെന്റം ബിഫോർ കൊളീഷൻ പ്ലസ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ദെൻ ഒരു ബാഹ്യബലമില്ലെങ്കിൽ വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ദെൻ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷന്റെ ഫോഴ്സ് എവിടെ നിന്നാണ് എക്സേർട്ട് ചെയ്യുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്,
ആ ഒരു സർക്കുലർ പാത്ത് അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ആ സെന്ററിൽ നിന്ന് വരുന്ന ആ ഫോഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ പോകും? ഏത് ഡയറക്ഷനിലാണ് പോവുക? എവിടെ നിന്നാണോ അതിന് ഫോഴ്സ് നഷ്ടപ്പെടുന്നത്, എവിടെ നിന്നാണോ അതിന്റെ സെൻട്രൽ ഫോഴ്സ് നഷ്ടപ്പെടുന്നത്, ഇവിടെ നിന്നാണ് ഇപ്പം ഫോഴ്സ് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് ഈ ഒബ്ജക്റ്റ് കറങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് ഫോഴ്സ് നഷ്ടപ്പെട്ടതെങ്കിൽ അതെന്ത് ചെയ്യും? ആ ഡയറക്ഷനിലായിരിക്കും അത് പോവുക. പിന്നെ അതിനൊരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. What is the name of that direction? Upward direction പോകും. അല്ലെങ്കിൽ XY direction ആണെങ്കിൽ Y direction എന്ന് പറയാം. Give me a second, ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓർത്ത് വയ്ക്കുക. ആൻഡ് പിന്നെന്താണ് അതിൻ്റെ ഇക്വേഷൻ? അഭികേന്ദ്ര ബലം. ഓക്കെ, അഭികേന്ദ്ര ബലം. ഈ ക്വസ്റ്റ്യൻ ഓർക്കുക, ഒരു സർക്കുലർ മോഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ അത് എങ്ങോട്ട് പോകും, ഏത് ഡയറക്ഷനിലാണോ ഉള്ളത്. അതായത് സർക്കുലർ മോഷനിൽ നമുക്കറിയാം ഏതെങ്കിലും ഈ പോയിന്റിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട്. ഇതെന്തായിരിക്കും? ഇത് ഈ സർക്കിളിന്റെ ഈ വർത്തുള ചലനത്തിന്റെ ടാൻജന്റ് ആയിരിക്കും. ഏത് പോയിന്റിൽ നിന്നാണോ പോകുന്നത് അതിന് ടാൻജന്റ് ആയിട്ട് പോകുന്നു പറയാം. ഓക്കെ, ദെൻ ഗുരുത്വാകർഷണം, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് പറയുന്നത്? ഭൂമി എല്ലാ വസ്തുക്കളിലും ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, അതേപോലെ വസ്തുക്കൾ തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇക്വേഷൻ ഓർത്ത് വെക്കുക. വാട്ട് വാസ് ദ ഇക്വേഷൻ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു G into M1 into M2 by R square. For sure there will be a question. രണ്ട് ഒബ്ജക്ട്സ് തരും, ഈ രണ്ട് ഒബ്ജക്റ്റിന്റെ മാസും തരും, M1 M2 ഇതിന്റെ വാല്യൂ തരും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ ഡിസ്റ്റൻസും തരും. നിങ്ങളോട് ഇത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറയും. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, ഇതാണ് അതിന്റെ യൂണിറ്റ്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Then acceleration due to gravity
ഗുരുത്വാകർഷണ ബലം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇവിടെ ഭൂമിക്ക് നമുക്കറിയാം പെർഫെക്റ്റ് സ്ഫിയർ ഷേപ്പ് അല്ല, ഏത് ഭാഗത്താണ് വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ ഡിസ്റ്റൻസ് കുറയുമ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. ഡിസ്റ്റൻസ് കുറവുള്ളിടത്ത് എന്തായിരിക്കും? ഇവിടെ പോൾസിൽ, ധ്രുവത്തിൽ എന്തായിരിക്കും? ജി കൂടുതലായിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് കൂടുതലുള്ളിടത്ത് ജി കുറവായിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ സെന്റർ? വെയിറ്റ് എന്തായിരിക്കും? സെന്ററിൽ വെയിറ്റ് 0 ആയിരിക്കും, പക്ഷെ മാസ് 0 ആയിരിക്കില്ല. മാസ് എവിടെയും 0 ആയിരിക്കില്ല. സെന്ററിൽ പക്ഷെ എന്തായിരിക്കും? ഇവിടെ ഇതിന് അനുഭവപ്പെടുന്ന വെയിറ്റും ഇതിന് അനുഭവപ്പെടുന്ന ഭാരവും ഇവിടെ സെന്ററിൽ അനുഭവപ്പെടുന്ന ഭാരവും തമ്മിൽ വ്യത്യാസമായിരിക്കില്ലേ? സെന്ററിൽ എത്ര ഭാരമുള്ള വസ്തുവാണെങ്കിലും പോൾസിൽ അതിനൊരു വാല്യൂ ഉണ്ടാകും. ആൻഡ് ധ്രുവത്തിൽ കേന്ദ്രത്തിൽ എന്തായിരിക്കും? കേന്ദ്രത്തിൽ അത് 0 ആയിരിക്കും. Then G is equal to gmm by r square. gm by r square. അതായത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ G ഡിക്രീസ് ചെയ്യും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ജിന്റെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഐഡന്റിഫൈ ചെയ്യാൻ വരും. ക്യാപിറ്റൽ ലെറ്റർ ജിയും സ്മോൾ ലെറ്റർ ജിയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ദെൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റും മാറിപ്പോവരുത്. ഓക്കെ, then this diagram, ന്യൂട്ടൺസ് കോയിൻ ഫെദർ എക്സ്പെരിമെന്റ്. എന്താ ഇവിടെ പറയുന്നത്? കോയിൻ, ഒരു ട്യൂബ് അതിൽ വാക്വം ആൻഡ് വേറൊരു ട്യൂബ് അതിൽ എന്തായിരുന്നു? എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടും ഒരേ സമയം ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്? എയർ ഫില്ല് ചെയ്തതിൽ എന്ത് സംഭവിച്ചു? രണ്ടും ഡിഫറെൻറ്റ് ടൈമാണ്. ആദ്യം കോയിൻ എത്തുന്നു, പിന്നെയാണ് ഫെദർ എത്തുന്നത്. പക്ഷേ എയർ ഇല്ലാത്ത വായുശൂന്യമാക്കിയ ട്യൂബിൽ എന്താണ്? രണ്ടും അറ്റ് എ ടൈമാണ് എത്തുന്നത്. നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനും ഓരോ ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒബ്ജക്റ്റിന്റെ മാസിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഫെദറിന്റെ മുകളിലുള്ള എയർ റെസിസ്റ്റൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? അത് ഫെദർ പിന്നെ എത്തുന്നത്. ഓക്കെ, then this diagram is സാധാരണ ത്രാസ് നമ്മുടെ കോമൺ ബാലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സ്പ്രിംഗ് ത്രാസ്, സ്പ്രിംഗ് ബാലൻസ് യൂസ് ചെയ്യുന്നത് വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫ്രീ ഫോൾ എന്ന് പറയുന്നത് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം ഒരു വസ്തു താഴേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയാം. അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല? എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദ ലാസ്റ്റ് ഫോർത്ത് ചാപ്റ്റർ, ദ ഫിഫ്ത് ചാപ്റ്റർ. എവിടെ? പറഞ്ഞു കഴിഞ്ഞത് അത്. Then work, energy, power. വർക്ക് എനർജിയിൽ പറയുന്ന ഫസ്റ്റ് നിങ്ങൾക്ക് വരാൻ കുറേ സിനാരിയോസ് വരും. പോസിറ്റീവ് വർക്ക് ഡൺ, നെഗറ്റീവ് വർക്ക് ഡൺ, സീറോ വർക്ക് ഡൺ. എന്തൊക്കെയാണ് പോസിറ്റീവ് വർക്ക് ഡണ്ണിനും നെഗറ്റീവ് വർക്ക് ഡണ്ണിനും ഉള്ള നെഗറ്റീവ് വർക്ക് ഡൺ, സീറോ വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ആൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആണെങ്കിൽ വിച്ച് ഈസ് നെഗറ്റീവ്. ആൻഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്തു പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായില്ല, വിച്ച് മീൻസ് അത് സീറോ ആണ്. ദെൻ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ്. ദെൻ ഇതെന്താണ്? ഇത് സീറോ വർക്ക് ഡൺ ആണ്. ഓക്കെ, അപ്പം എയ്റോപ്ലെയിൻ പോകുന്നതിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? എയ്റോപ്ലെയിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടലാണ്. സോ ആ കേസസ് നോക്കുക കേട്ടോ. ആൻഡ് ഒരു സർക്കുലർ മോഷൻ തന്നിട്ട് അതിൻ്റെ നമ്മളുടെ സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും? കാരണം ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്
ഏതെങ്കിലും ടാൻജൻ്റ് ആയിട്ടായിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതല്ലേ, സോ ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, വിച്ച് മീൻസ് അത് 0 ആയിരിക്കും. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് ഫോർ വർക്കിൻ്റെ ഇക്വേഷൻ, force into displacement which is equal to work. Unit എന്താണ്? Joule. Unit is Joule. Then force into displacement ആണെന്ന് പറഞ്ഞു. ഇനി ഈ കേസ് നോക്കുക. ഒരു മേശൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് അവിടെ നിന്ന് അപ്വേർഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഒരു പ്ലേസിൽ നിന്ന് അത് മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ എന്താ ചെയ്യുക, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ വെയിറ്റ് തന്നെയാണ് അല്ലേ. സോ mg. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്, എത്ര ഹൈറ്റിലാണോ നമ്മൾ ഉയർത്തുന്നത് അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്, വിച്ച് മീൻസ് ഹൈറ്റ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgh. g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് ഈ ഡയഗ്രാം ഇവിടെ 4 ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നും ചെയ്ത പ്രവൃത്തി അപ്ലൈഡ് ഫോഴ്സ് ആണിത് അല്ലേ. അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത പ്രവൃത്തി എന്താണ്, ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് ആ ഡയറക്ഷനിലേക്കല്ല അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് പോസിറ്റീവ്. ആൻഡ് വാട്ട് അബൌട്ട് ദ നോർമൽ ഫോഴ്സ്, നോർമൽ ഫോഴ്സ് മുകളിലേക്കും ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കുമാണ്, അതായത് ഇത് 0. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിച്ച് മീൻസ് ദിസ് ഇസ് നെഗറ്റീവ് വർക്ക് ആണ്. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആ ബോഡിയുടെ മുകളിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് വർക്കാണ്. ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടാണ്, സോ 90 ഡിഗ്രി. സോ ദിസ് ഇസ് ഓൾസോ 0. Then what is energy? ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ടു ഡു എ വർക്ക്, ദാറ്റ് ഈസ് എനർജി. ടൈപ്പ് ഓഫ് എനർജീസ് നമുക്കറിയാം, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇതൊക്കെ നമുക്കറിയുന്നതാണ്. സോ മെക്കാനിക്കൽ എനർജീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്, കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് mv². കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് mv². ആൻഡ് വാട്ട് അബൌട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, mgh. ഓക്കെ, അതായത് ഒരു ഗതികോർജ്ജം എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്, ഗതികോർജ്ജം, ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, ഒരു വസ്തുവിന് അതിൻ്റെ പൊസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പോ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. Okay, then power. Power എന്ന് പറയുന്നത് ഇതാ, പ്രവൃത്തി ബൈ സമയം, വർക്ക് ഡൺ ബൈ ടൈം, യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്, ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. പിന്നെ വരുന്നത് ഒരു പ്രോബ്ലം തന്ന് വർക്ക് ബൈ ടൈം ചെയ്തതിന് ശേഷം നിങ്ങളോട് HP യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. സോ 746 വാട്ട് ആണ് എന്ത്, ഒരു HP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം ഓർത്ത് വെക്കേണ്ടത് കോമ്പണൻസ് ഐഡന്റിഫൈ ചെയ്യുക. എന്താണ്, സ്വിച്ച്, സെല്ല്, ബൾബ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, പിന്നെ അതേപോലെ കോമ്പണൻസ്, റെസിസ്റ്റർ, ഇത് റെസിസ്റ്റർ ആണ്. റിയോസ്റ്റാറ്റിൻ്റെ ഏതായിരുന്നു, ദിസ് ഇസ് റിയോസ്റ്റാറ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് കോമ്പണൻസ് തരും ആൻഡ് യു ഹാവ് ടു ഐഡന്റിഫൈ. ദെൻ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ കറണ്ട്, I is equal to Q by T അല്ലേ, ചാർജ് ബൈ ടൈം. ദെൻ നമ്മളുടെ സെല്ലുകളുടെ അറേഞ്ച്മെന്റ്, സീരീസ് കോമ്പിനേഷനും ഉണ്ട് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ എന്താണ് അവസ്ഥ, സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ദിസ് ഇസ് സീരീസ് കോമ്പിനേഷൻ. ഇതിനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ പറയാം, നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന്. ദെൻ പാരലൽ കോമ്പിനേഷൻ എങ്ങനെയാണ്, എല്ലാത്തിൻ്റെയും പോസിറ്റീവുമായിട്ടും നെഗറ്റീവുമായിട്ടും എൻസ് തമ്മിൽ കണക്ട് ചെയ്തിടും. ഓക്കെ, അപ്പം ഈ കണക്ഷനിൽ ഇതിൻ്റെ ടോട്ടൽ EMF എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ EMF ആയിരിക്കും. ഇവിടെ എന്താണ്, സം ഓഫ് ദിസ് ഈച്ച് സെൽ.
അതാണ് ആ സർക്യൂട്ടിലെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളൊരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ഇസ് പാരലൽ കണക്ഷൻ ആൻഡ് അമ്മീറ്റർ ഇസ് സീരീസ് കണക്ഷൻ. ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യും. ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ വോൾട്ട് മീറ്റർ നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. ആൻഡ് അമ്മീറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ശ്രേണി രീതിയിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, യെസ്, കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആംപിയർ. ഓംസ് ലോ. ഓംസ് ലോ എന്താണ് പറയുന്നത്, അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. താപനില സ്ഥിരമായിട്ടിരുന്നാലും പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, കറണ്ടിന് നേർ അനുപാതത്തിലായിരിക്കും. സോ വി ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ, വി ഇസ് ഈക്വൽ ടു ഐ ആർ. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൽ നിന്ന് ബാക്കിയുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതിക്കൂടെ. ഐ ഇസ് ഈക്വൽ ടു എന്താണ്, വി ബൈ ആർ ആൻഡ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ദെൻ ദ ഗ്രാഫ് ഓൾസോ. ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, വി ഐ. ഗ്രാഫ് ഇങ്ങനെ പ്രൊപ്പോർഷനിലാണ്, അതായത് കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്യൂട്ടിൽ ക്രമാതീതമായിട്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത് അതിന്റെ വൈദ്യുതി അവിടുത്തെ കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഉപകരണമാണെന്ത്, റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റെസിസ്റ്റൻസ്, ഒരു കാര്യം കൂടിയുണ്ട്, റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, പ്രതിരോധം കുറയും. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി എന്തുകൊണ്ടാണ് മീൻ ചെയ്യുന്നത്, ഒരു മെറ്റീരിയൽ, ഒരു യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഉള്ള ഒരു മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ആൻഡ് ഇവിടെ റെസിസ്റ്റിവിറ്റിയുടെ എന്താ ഇക്വേഷൻ എന്താ കിട്ടുക, ആർ എ ബൈ എൽ. ഇതിന്റെ യൂണിറ്റ് എന്താണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ഇൻവേഴ്സ്. Okay, and after that, yes, okay, conductivity. Conductivity എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി. സിഗ്മ ആണ് കണ്ടക്ടിവിറ്റി, വിച്ച് ഇസ് 1 by rho, ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് എന്താണ്, ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ ഈ എക്യുപ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ, സ്ക്രൂ ഡ്രൈവർ, വൈദ്യുത ടെസ്റ്റർ, വയർ സ്ട്രിപ്പർ, പ്ലെയർ, ഗ്ലൗസ് ആൻഡ് മൾട്ടിമീറ്റർ. ദെൻ ദിസ് ഈസ് ഇൻസുലേഷൻ ടേപ്പ്, സോൾഡറിങ് അയൺ, ഹാമർ, ഡ്രിൽ മെഷീൻസ്. അമ്മീറ്ററിന്റെയും വോൾട്ട് മീറ്ററിന്റെയും പിക്ചർ തരും, അത് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, റിയോസ്റ്റാറ്റിന്റെ സിമ്പൽ, ദിസ് ഈസ് ദ സിമ്പൽ. ഇതാണ് റിയോസ്റ്റാറ്റിന്റെ സിമ്പിൾ ഉണ്ടാവുക. ഓക്കെ, കണ്ടോ, നേരത്തെ പറഞ്ഞു ഇതിൽ ഇങ്ങനൊരു ഡയഗ്രാം തന്നിട്ട് ഏതിലാണ്, ഇതിലിപ്പോൾ ഏതാണ്, വോൾട്ട് മീറ്റർ ഇവിടെ സീരീസ് ആയിട്ടാണ്. സോ ദിസ് ഇസ് റോങ്. വോൾട്ട് മീറ്റർ സീരീസ് കണക്ഷൻ പാടില്ല. സോ ഇത് തെറ്റാണ്. അമ്മീറ്റർ സീരീസ് കണക്ഷൻ പറ്റും, ശരിയാണ്. അമ്മീറ്റർ പാരലൽ കണക്ഷൻ പറ്റില്ല, ഇത് പറ്റും. വോൾട്ട് മീറ്റർ പാരലൽ കണക്ഷൻ പറ്റും. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. ഓം നിയമത്തിന്റെ ഗ്രാഫ് ഏതാണ്? ഇത് ഓം നിയമത്തിന്റെ ഗ്രാഫ് ഏതാണ്? ഓംസ് ലോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? ഇതാണോ? അല്ല. സോ ഡിഗ്രീസ് ഐ അല്ല, എന്താണ്, ഇൻക്രീസ് ചെയ്യാണ്, പ്രൊപ്പോർഷനിലാണ്. ദെൻ തരംഗ ചലനം, വേവ് മോഷൻ. വേവ് മോഷനിൽ എന്താ പറയുന്നത്, നമ്മളുടെ അനുപ്രസ്ഥ തരംഗവും അനുർദൈർഘ്യ തരംഗവും, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? മാധ്യമത്തിന് അനുകൂലമായിട്ട് കണികകൾ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ, അതായത് നേരെയാണ്, സമാന്തരം അല്ല, കുത്തനെയാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം, അല്ലേ? പിന്നെ അനുർദൈർഘ്യ തരംഗം എന്താണ്, മാധ്യമത്തിനനുസരിച്ച് പാരലൽ ആയിട്ടാണ്, സമാന്തരമായിട്ടാണ് കണികകൾ കമ്പനം ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ അനുർദൈർഘ്യ തരംഗം എന്നും പറയാം. ഓക്കെ, then this equation,
ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ, ഫ്രീക്വൻസി അല്ല വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, എഫ് ലാംഡ, ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ നിന്ന് കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പം അതിൽ ഏതാണ് കറക്റ്റ് റിലേഷൻ? ഇപ്പോൾ എഫ് തന്നാൽ എങ്ങനെ എഴുതാം, എഫ് ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, വി ബൈ എഫ്. പിന്നെ ഇതൊരു അനുപ്രസ്ഥ തരംഗത്തിന്റെ ട്രാൻസ്വേഴ്സ് വേവിന്റെ വേവ് ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും, വേവ് ലെങ്ത്. അപ്പൊ രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ രണ്ട് ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയാ, വേവ് ലെങ്ത് എന്ന് പറയാം. ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ഇവിടുന്ന് ഇതിന്റെ മാക്സിമം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയാം. ഓക്കെ, ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു വേവ് എന്ന് പറയാം. ഇതെന്താണ്, ഇത് നമ്മളുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ആണ് കേട്ടോ. ദിസ് വൺ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരു റെയർ ഫ്രാക്ഷനും ഉണ്ടാകും, ഒരു കംപ്രഷൻ ഏരിയ ഉണ്ടാവും, ഉച്ചമർദ്ദ മേഖലയും ഒരു നീചമർദ്ദ മേഖലയും. സോ ഇങ്ങനെ വിട്ട് വരുന്നത്, അതായത് ഇത് തമ്മിലുള്ള വേവ് ലെങ്ത് എന്തായിരിക്കും, കൂടുതലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റെയർ ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ശബ്ദത്തിന്റെ ആവർത്തന പ്രതിവർത്തനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഏതൊക്കെയാണ് കുറച്ച് സിനാരിയോസ്, അതായത് നമ്മുടെ സ്റ്റെതസ്കോപ്പിൽ നടക്കുന്നത്, ഷെഹനായി അതുപോലെയുള്ള എക്യുപ്മെന്റ്സിൽ നടക്കുന്നത്, നമ്മുടെ കെട്ടിടങ്ങളിൽ ആർക്ക് ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, ആൻഡ് തിയേറ്റർ ഹാൾസ് ഇവിടെയൊക്കെ പരുക്കനായിട്ടുള്ള പ്രതലമാക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ റിവർബ്രേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓക്കെ, ആൻഡ് എക്കോ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ടി ബൈ 2. ദെൻ അൾട്രാസോണിക് സൗണ്ട് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മെഷീനറി എക്യുപ്മെന്റ്സ് ക്ലീൻ ചെയ്യാൻ, നമ്മളുടെ പിന്നെ മെറ്റൽ ബ്ലോക്കിലൊക്കെ ഉള്ള വിള്ളലുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവിടെയൊക്കെയുള്ള ഡിഫക്റ്റ് കണ്ടെത്താൻ വേണ്ടി അൾട്രാസോണോഗ്രഫി, എക്കോ കാർഡിയോഗ്രഫി, അൾട്രാസോണോഗ്രഫി, ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ സോണാറിന്റെ ഫുൾ ഫോം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ദെൻ സീസ്മിക് തരംഗങ്ങൾ ആൻഡ് സുനാമി. സീസ്മിക് തരംഗങ്ങൾ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സി ഹിയർ, 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈമറി വേവ്സ് ആൻഡ് സെക്കൻഡറി വേവ്സ് അല്ലേ, പിന്നെ ഉള്ളത് എന്താണ്, ഉപരിതല തരംഗങ്ങളും. ഓക്കെ, അപ്പൊ ഈ 3 വേവ്സും എന്തിന്റെ അടിയിൽ വരുന്നതാണ്, സീസ്മിക് വേവ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, സോ ഡു റിമെമ്പർ ദിസ് പോയിന്റ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. റൈറ്റ് യുവർ എക്സാംസ് പ്രോപ്പർലി.